ആ അനു, നീ എന്തെവിടെ? എനിക്ക് പേടിയാ. ആരെ? എന്തു പറ്റി? എന്താന്ന് പറ. എനിക്കറിയില്ല. എന്നെ അവർ കൊല്ലും. എൻ്റെ പപ്പ അവരെ ജയിലിലാക്കുകയും ചെയ്യും. മോളെ, നീ കാര്യം പറ. എന്താ? ഹലോ. ആ മോളെ, ഇന്ന് എക്സാം അല്ലേ? നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? പഠിത്തമൊക്കെ പഠിച്ചിട്ടുണ്ട്, എന്നാലും ഒരു ടെൻഷൻ. ഒരു ടെൻഷനും വേണ്ട. എന്റെ അനുമോൾക്ക് എക്സാം എല്ലാം എളുപ്പമായിരിക്കും. അമ്മ എവിടെ? അമ്മ കിച്ചണിലുണ്ട്. എന്നെക്കാട്ടും ടെൻഷൻ അമ്മയ്ക്കാ. അത് പിന്നെ കാണാതിരിക്കുവോ? പിന്നെ പഠിക്കുന്ന പറഞ്ഞ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. ഇനിയിപ്പോ എക്സാം ഹാളിൽ ഇരുന്നാ ഉറങ്ങി പോവാന്നാ പേടി. ഏയ്, അങ്ങനത്തെ പേടിയൊന്നും മോക്ക് വേണ്ട. നീ പോയി നന്നായി എക്സാം എഴുതൂട്ടോ. ഞാൻ വെക്കട്ടെ? വെക്കലേ, ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. വേണ്ട മോളെ, ഞാൻ പിന്നെ വിളിച്ചോളാം. എനിക്ക് മോർണിംഗ് ഷിഫ്റ്റിന് കയറാൻ സമയമായി. ഒരു മിനിറ്റ് തെറ്റിയ അറബിയുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. ഞാൻ പഠിച്ചൊരു ജോലി വാങ്ങിക്കഴിഞ്ഞാ പിന്നെ പപ്പയ്ക്ക് ആരുടെ അടുത്തൊന്നും കേൾക്കേണ്ടി വരില്ലല്ലോ. ആ, അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അതുവരെ ഇതൊക്കെ കേട്ടല്ലേ പറ്റൂ. മോളിപ്പോ നന്നായി എക്സാം എഴുതും. അമ്മയോട് ഞാൻ പിന്നെ വിളിച്ചോളാന്ന് പറ. എന്നാ ഓക്കെ മോളെ. ആ അമ്മ, ഞാൻ റെഡിയായി. പപ്പ ഇന്ന് എക്സാം ആയത് കൊണ്ട് വിളിച്ചാ. കുറച്ച് കഴിയുമ്പോ വിളിക്കാന്ന് പറഞ്ഞേ. ഞാൻ പോവാട്ടോ. എന്റെ ബസ് പോയില്ലേ? ആ പോയി. നീ എന്താ ലേറ്റ് ആയേ? മോളെ, ഒരു മിനിറ്റ്. ആ, മോളിന്ന് ലേറ്റായല്ലോ. എന്താ ഇത്ര ലേറ്റായേ? പോരാ നേരത്ത് പപ്പ വിളിച്ചു, അതുകൊണ്ട് ഇത്തിരി ലേറ്റായി. പിന്നെ ബസ്സും പോയി. ആ, അവരിന്നും ചോറെടുക്കാൻ മറന്നുപോയി. ഈ ചോറൊന്ന്. എന്റെ ചേട്ടാ, ഇത് നടക്കില്ല. എക്സാം ആണ്. ഇപ്പൊ തന്നെ നേരം പോയി. മോളെ, അവൻ ഗേറ്റിനടുത്ത് തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ വേണ്ട, തൊട്ടടുത്ത ആ തട്ടടയിൽ കൊടുത്താലും മതി. ചേട്ടാ, IT അവരുടെ കൂടെ പഠിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവും, അവരുടെ കൊടുക്ക്. തട്ടുകടയിൽ ആളെ നോക്കി നിന്നാ എന്റെ എക്സാം എഴുത്തുണ്ടാവില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ തന്ന ബാഗ് കൊടുക്കാൻ അരമണിക്കൂറാണ് ഞാൻ അവിടെ കാത്തു നിന്നത്. ക്ലാസ്സിൽ ലേറ്റായി ചെന്നിട്ട് ടീച്ചർ എന്നെ വഴക്കും പറഞ്ഞു. മോളെ, നീ അതിനു വേണ്ടി വെയിറ്റും ചെയ്യണ്ട. ആളെ കണ്ടില്ലെങ്കിൽ ആ മേശന്റെ അടിയിൽ വെച്ചാൽ മതി. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. രാവിലെ തന്നെ അവൻ ഒന്നും കഴിക്കാതെ പോയത്. ഉച്ചക്കും കൂടെ ഒന്നും കഴിച്ചില്ലെങ്കിൽ തലകറങ്ങി വീണാലോ. ഇതിപ്പോ 2-3 പ്രാവശ്യമായില്ലേ ചേട്ടാ. എനിക്കിനി വയ്യ. ചേട്ടൻ ഈ വണ്ടിയിലും കൊണ്ടുപോയാ പോരെ? അപ്പോ മോക്ക് പറ്റില്ലല്ലേ? ഇല്ല ചേട്ടാ, എനിക്കാവില്ല. എന്നാ ശരി, ഞാൻ തന്നെ കൊണ്ട് കൊടുക്കാം.
എന്നാടി ഫോൺ? ഹലോ. അനുമോളല്ലേ? ആ അതെ. രാവിലെ മോളുടെ കയ്യിൽ ഒരു ടിഫിൻ ബോക്സ് തന്നിട്ട് അത് വാങ്ങിച്ചില്ലല്ലേ? ടിഫിൻ ബോക്സോ? അതെ, ബസ് സ്റ്റോപ്പിൽ വെച്ച്. ആ അതോ, അത് വാങ്ങിയില്ല. അതെന്ത് പറ്റി? ഒരാൾക്കൊരു ഉപകാരം ചെയ്യാൻ പറ്റില്ല എന്നുണ്ടോ? ഇന്നിപ്പോ എനിക്ക് എക്സാം ആയിരുന്നു, അല്ലെങ്കിൽ തന്നെ സമയം പോയി. അല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്കിതൊന്നും ആവില്ലേ? വേറൊരാൾക്കൊരു സഹായം വേണ്ടി വന്നാൽ ചെയ്തു കൊടുക്കണ്ടേ? 2-3 തവണ ഞാൻ ചെയ്തു. ഇനി എനിക്ക് വയ്യ. ഉറപ്പാണോ? ഉറപ്പാണ്. അല്ല, ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ഞാൻ ആരെങ്കിലും ആകട്ടെ, ഇനി ഇങ്ങനത്തെ സഹായങ്ങളൊന്നും ചെയ്യില്ല എന്ന് തീരുമാനിച്ച സ്ഥിതിക്ക് മോളാ ബാഗൊന്ന് തുറന്നു നോക്കിയേ. ഞാൻ എന്തിനിപ്പോ ബാഗ് തുറക്കുന്നത്? ആ, ദേഷ്യപ്പെടാതെ മോളെ, നീ ഒന്ന് ബാഗ് തുറന്നു നോക്ക്. അതിൽ നിന്റേതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കേ. എന്തെങ്കിലും കിട്ടിയോ മോളെ? ആ, ഒരു പെൻസിൽ ബോക്സ് അല്ലേ മോളെ, അതൊന്ന് തുറന്നേ. ആ, ഒരു പ്ലാസ്റ്റിക് കവർ കിട്ടിയില്ലേ? അതെന്താന്ന് മനസ്സിലായോ? ഇല്ല, മനസ്സിലായില്ല. അത് ചിലപ്പോ പറഞ്ഞാൽ മോക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷേ പാക്കറ്റ് ചെറുതാണെങ്കിലും അതത്ര ചെറിയ സാധനമല്ല. അത് കയ്യിലുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ മോള് പുറലോകം കാണില്ല. നിങ്ങൾ ആരാ? എന്താ ഇത്? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് പറയുന്നില്ല, വേണ്ടത് പറയാം. ഈ ബോക്സ് ഇതേപോലെ നാളെ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സ്കൂൾ ഗേറ്റിൻ്റെ അടുത്ത് ആൾ വരും, കൊടുത്തേക്കുക. മറ്റൊന്നും വേണ്ട, മറ്റാരും ഇത് അറിയുകയും വേണ്ട. അപ്പൊ ഇത്? അത് തന്നെ, നീ ഇത്രയും നാളും കൊണ്ട കൊടുത്തതും ഇത് തന്നെയായിരുന്നു. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് വയ്യ, എന്നെ വെറുതെ വിട്ടേക്ക്. മോളെ, നീ പേടിക്കണ്ട, ഇത് മറ്റാരും അറിയാനും പോകുന്നില്ല. നീ പതിവ് പോലെ നാളെ സ്കൂളിൽ പോകുന്നു, ഗേറ്റിനടുത്ത് വെച്ച് ഈ പെൻസിൽ ബോക്സ് കൈമാറുന്നു. പിന്നെയും വല്ലപ്പോഴുമൊക്കെ ഇതുപോലുള്ള സഹായം ഞങ്ങൾക്ക് ചെയ്തു തരുന്നു. വെറുതെ വേണ്ടെന്നേ, ന്യായമായ പ്രതിഫലം പ്രതീക്ഷിച്ചോ? എനിക്കൊരു പ്രതിഫലവും വേണ്ട. എന്നോട് ഇനി ഈ കാര്യം പറയുകയും വേണ്ട. നിങ്ങൾ വെച്ചിട്ട് പോ. ഞാനിപ്പോൾ ആ ബോക്സ് എടുത്ത് അടുപ്പിലിടും. നീ ഒന്നും ചെയ്യില്ല. ഞാൻ ഈ പറഞ്ഞ കാര്യം അതേപോലെ അനുസരിക്കുകയും ചെയ്യും. ഇല്ല, ഞാനിത് പോലീസിനെ അറിയിക്കും. മോളെ, ഈ വക സാധനങ്ങളൊക്കെ കയ്യിൽ വെച്ചാല് സൗദിയിലുള്ള ശിക്ഷ എന്താണെന്നറിയോ? നിന്റെ പപ്പയുടെ ബാഗിൽ നിരങ്ങാനും കണ്ടെടുത്താലുള്ള സ്ഥിതി. നീ നല്ലപോലെ ആലോചിച്ച് നോക്ക്, എന്നിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പിന്നെ വെറുതെ ഒച്ച വെച്ച് അമ്മേനെ കൂടെ അറിയിക്കാൻ നിൽക്കണ്ട കേട്ടോ. നാളെ പരീക്ഷയുള്ളതല്ലേ, സ്വസ്ഥമായിട്ടിരുന്ന് പഠിച്ചോ. ടീച്ചറെ, എനിക്ക് പേടിയാ. സാരമില്ല മോളെ, നീ പേടിക്കണ്ട. ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അവരെന്നെ ചതിച്ചതാ. ഞാനൊരു ഉപകാരം മാത്രം വെച്ച് ചെയ്തതാ. ഞാൻ ഇനി എന്താ ടീച്ചറെ ചെയ്യാ? എൻ്റെ പപ്പ അവർ കൊല്ലും. ഇതറിഞ്ഞ എൻ്റെ അമ്മ, ഞാൻ എന്താ ചെയ്യാ? മോളെ, നീ പേടിക്കാതിരിക്കേ. ടീച്ചർ, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ ഫോൺ അപ്പം സ്വിച്ച് ഓഫ് ചെയ്തതാ. ഓൺ ചെയ്യാൻ എനിക്കിപ്പോൾ പേടിയാ. ഞാൻ എന്താ ടീച്ചറെ ചെയ്യാ? ഞാൻ ആരോടാ പറയാ? മോള് പേടിക്കാതിരിക്കേ. ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. നമുക്ക് പോലീസിൽ പറയാം. അയ്യോ, പോലീസിലോ? അത് വേണ്ട ടീച്ചറെ. പോലീസിലൊക്കെ അറിയിച്ച അവര് വെറുതെ ഇരിക്കില്ല. വേണ്ട ടീച്ചറെ, എൻ്റെ പപ്പ അവര് വേണ്ട.
അവരിപ്പോൾ എൻ്റെ പുറകെ തന്നെ ഉണ്ടാവും. ഞാൻ ഇവിടെ നിന്നാ അവർ ചിലപ്പോൾ ടീച്ചറെ ഉപദ്രവിക്കും. ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം ടീച്ചറെ. ഏയ്, നീ ഇപ്പോൾ പോയിട്ട് എന്ത് ചെയ്യാനാ? വീണ്ടും അവരുടെ കാര്യറായി തന്നെ തുടരാനോ? എന്നെ കൊന്നാലോ ഞാൻ ഈ ആ പണി ചെയ്യില്ല. 2-3 തവണ ഞാനിത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. തൊട്ടടുത്ത് ITI പഠിക്കുന്ന കുട്ടിക്ക് ഉച്ചയ്ക്കുള്ള ചോറ് അങ്ങനെയാണ് ഞാൻ കരുതിയത്. ഇത് ഞാൻ ആ പുഴയിലേക്ക് വലിച്ചെറിയും. പക്ഷെ എൻ്റെ പപ്പ അവര് അത് ഓർക്കുമ്പോ കരയാതെ. അവർ പറഞ്ഞ പോലെ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഇന്നലെ നീ അറിയാതെ നിന്റെ ബാഗിൽ അവർ ഇത് വെച്ചില്ലേ? നീ അവർക്ക് വേണ്ടി എന്ത് തന്നെ ചെയ്താലും നിന്നെയും നിന്റെ പപ്പയെയും ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്കിത് പോലീസിൽ അറിയിക്കാം. ഇനിയിപ്പോൾ നീ അത് പറ്റില്ല എന്ന് പറഞ്ഞാലും അവർ വേറെ ആളെ കണ്ടുപിടിക്കും. നമുക്കത് പോലീസിൽ ഏൽപ്പിക്കാം. ആ കൊടും കുറ്റവാളികളെ ഇനിയും തുടരാൻ അനുവദിക്കരുത്. എന്തു വന്നാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഞാൻ മാത്രമല്ല, നമ്മുടെ നിയമവും തീർച്ചയായും നിന്നെ സഹായിക്കും. നമുക്കിത് പോലീസിൽ അറിയിക്കാം. നീ ഒരു മിനിറ്റ് ഇവിടെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. നീ പേടിക്കണ്ട, കാര്യങ്ങൾ ഇവരോട് പറഞ്ഞാൽ മതി. അവർ നിന്നെ സഹായിക്കും. മോളുടെ പേരെന്താന്നാ പറഞ്ഞത്? എൻ്റെ പേര് അനു. നിനക്ക് അയാളെ എങ്ങനെ പരിചയം? അതാ ബസ് സ്റ്റോപ്പിൽ വെച്ചുള്ള പരിചയം. അയാളുടെ മോൻ ഞങ്ങളുടെ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ITIയിലാണ് പഠിക്കുന്നത്. എന്നും തിരക്കിട്ട് പോയപ്പോൾ ചോറെടുക്കാൻ മറന്നു പോയതാണെന്നും ഈ പാത്രം കൊടുക്കണമെന്നും പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. 1-2 തവണ ടിഫിൻ ബോക്സ് തന്നു വിട്ടു. ഒരു തവണ ബാഗും എടുക്കാൻ മറന്നു എന്ന് പറഞ്ഞ് ബാഗും തന്നു. പിന്നെ അല്ലാതെ കാണുമ്പോൾ ചിരിക്കും, അല്ലാതെ കൂടുതൽ പരിചയമൊന്നുമില്ല. അയാൾ എങ്ങനെ വന്നോണ്ടിരുന്നത്? അയാൾ ഓരോ ദിവസം ഓരോ വണ്ടിയിലാണ് വന്നോണ്ടിരുന്നത്. ഈ വാങ്ങാൻ വരുന്ന ആളോ? അത് ബൈക്കില്. ആളുടെ മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹെൽമറ്റും മാസ്കും ഉണ്ടാവും. എൻ്റെ അടുത്ത് വന്ന കൈ നീട്ടും, ഞാൻ കൊടുക്കും. ചിലപ്പോൾ ആൾ വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കേണ്ടിയും വരും. ഒരു സഹായമായിട്ട് മാത്രം ഞാൻ ഇതിനെ കണ്ടിട്ടുള്ളൂ. അതിലിങ്ങനെ ഒരു ചതി ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്തിട്ടേയില്ല. സാരമില്ല, മോള് പേടിക്കണ്ട. ഇനിയെങ്കിലും ആരെന്ത് തന്നാലും അതെന്താണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ വാങ്ങാവൂ. ഇനിയിപ്പോ ഞങ്ങൾ പറയും പോലെ ചെയ്താൽ മതി. എൻ്റെ പപ്പ അവര് മോൾക്കോ മോളുടെ പപ്പയ്ക്കോ നിങ്ങൾ ആർക്കെങ്കിലുമോ അവരിൽ നിന്നും ഒന്നും വരില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. ഇത്തരം കൊടും കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നവരെ നമ്മുടെ നിയമം തന്നെ സംരക്ഷിച്ചുകൊള്ളും. മോളിപ്പോൾ ധൈര്യമായിട്ട് സ്കൂളിലേക്ക് പോയിക്കോ. എക്സാം അല്ലേ, ഒരു ടെൻഷനും വേണ്ട. ധൈര്യമായിട്ട് എഴുതിക്കോ. ഇനിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. മോള് ഫോൺ ടീച്ചർക്ക് കൊടുത്തേ. ഓക്കെ, ശരി സാർ. പേടിയൊക്കെ മാറിയില്ലേ? ധൈര്യമായിട്ടിരിക്കേ, ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ. നീ എന്തെങ്കിലും കഴിച്ചോ? നിന്റെ മുഖം കണ്ടാലറിയാം ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഹലോ പപ്പേ. ആ മോളെ, തകർത്തോട്ടോ. ഇവിടെ ഇപ്പൊ ഞാൻ സ്റ്റാറാ. പപ്പയോ? പിന്നെ അല്ലാതെ. ഒരു വമ്പം മയക്കുമരുന്ന് ശൃംഖലയെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ സഹായിച്ച എല്ലാ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന അനുമോളുടെ പപ്പ പിന്നെ സ്റ്റാർ അല്ല ഉണ്ടാവുമോ? അല്ലെങ്കിൽ എന്റെ പപ്പ സൂപ്പർ സ്റ്റാർ അല്ലേ? ആണോ? പിന്നല്ലാതെ ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ പോരാടാൻ പഠിപ്പിച്ച ഞങ്ങളുടെ പപ്പയല്ലേ സൂപ്പർ സ്റ്റാർ. അതൊക്കെ പോട്ടെ, നീ എക്സാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടോ? അതോ മയക്കുമരുന്ന് വേട്ടന്റെ ഇടയില് പഠിച്ചെല്ലാം മറന്നുപോയോ? ഒന്ന് പാളിപ്പോയിരുന്നു. എന്നാലും പേടിക്കാനൊന്നുമില്ല, ഞാൻ പിടിച്ചു കയറിക്കോളാം. അത് കേട്ടാ മതി. ഓക്കെ മോളെ.